എന്താണ് കാര്യമായിട്ട് നോക്കുന്നത്? ഇതാ ഞാൻ ലാസ്റ്റ് മന്ത് ഒക്കെ പോയ സാരികളൊക്കെ വന്നിട്ട് ഒരു രക്ഷയില്ല. റിലേ പോയിരിക്കും അടിപൊളി സാരീസ്. ഞാൻ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കൊടുക്കാൻ ഒരു സാരി വേണമെന്ന്. കാഞ്ചൂരം കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് ഓപ്പണിംഗ് ഡേ കാഞ്ചൂരം ഓൾവേസ് മൈ ഫേവറേറ്റ്. കാഞ്ചൂരം കൊടുക്കണം എന്ന് തോന്നിയിട്ട് ഓരോരോ ബോക്സസ് തുറന്നിട്ട് എല്ലാ സാരിയും എനിക്ക് കൊടുക്കണം. ഏത് കൊടുക്കണം എന്നൊരു പിടുത്തമില്ല. ഇപ്പൊ ഞാൻ കൊടുക്കാൻ വിചാരിച്ച സാരി കാണിച്ചു തരാം. പക്ഷെ ഇവരെല്ലാരും പറഞ്ഞു അതിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് 2 gram ഗോൾഡ് സെറിയിൽ വീവ് ചെയ്ത് വരുന്ന ബ്ലാക്ക് കാഞ്ചൂരംസ്. ഇതെടുക്കാൻ ആരും അങ്ങനെ ധൈര്യം കാണിക്കാറില്ല എന്നാണ് എൻ്റെ അടുത്ത് വീവർ പറഞ്ഞത്. പക്ഷേ ഞാൻ ധൈര്യം കാണിക്കും. നിങ്ങൾ ആരും എടുത്തില്ലെങ്കിലും ഞാൻ എടുക്കും ഈ സാരി. ബിക്കോസ് ഐ എം ഇൻ ലവ് വിത്ത് ദിസ് സാരി. ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊന്ന് തുറക്കാനും ഇതൊന്ന് പിടിക്കാനെങ്കിലും എൻ്റെ ദൈവം എനിക്ക് അനുഗ്രഹം തന്നല്ലോ എന്നാണ്. 2 gram ഗോൾഡ് സെറിയിൽ വീവ് ചെയ്ത് വരുന്ന ഈ സാരി. ഇത് റേറ്റ് ഉണ്ട് കേട്ടോ. നല്ല 45,000 50,000 എന്തോ ആണ് ഇതിന്റെ റേറ്റ്. നമ്മള് ഈ വിദ്യാബാലനും ബോളിവുഡിനകത്ത് ആക്ട്രസ് രേഖയെ കൊടുത്തിട്ടല്ലേ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ സാരികളൊക്കെ. അതായത് ഇപ്പൊ VVIP ഭയങ്കര ഹൈറ്റി ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ഒക്കെ കൊടുക്കുന്ന ഡിസൈനർ കാഞ്ചിപ്പട്ടൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കത്തില്ലേ പൈസ ഉണ്ടെങ്കിൽ ഇതൊക്കെ എവിടെ പോയാണൊന്ന് വാങ്ങിക്കാൻ പറ്റുക എന്നുള്ളത്. അതായത് അതൊക്കെ സെലക്ട് ചെയ്യാൻ കൂടെ കുറച്ച് കഴിവ് നമുക്ക് വേണം. എൻ്റെ ഇത്രയും നാളത്തെ 14 വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ കൊച്ചിൻ വൈറ്റ്ല ഔട്ട്ലെറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ സാരികളിലൂടെ. ഇതിപ്പോ ഒരു സാരി ഇതൊന്ന് പിടിച്ചടാ, ഇതൊന്ന് പിടിച്ചോ. ഓൾവേസ് ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ സാരികളും എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ വിചാരിച്ചു ഒരു ട്രഡീഷണൽ കാഞ്ചിപ്പട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ട്രഡീഷണൽ കാഞ്ചിപ്പട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആദ്യം ട്രഡീഷണൽ എന്ന് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് എന്തുവാ, മസ്റ്റേർഡും. ഇതൊക്കെ പ്യുവർ ഒറിജിനൽ കാഞ്ചി കേട്ടോ. ബെൻടെക്സ് ബോർഡർ എന്ന് പറയും. ഇതിപ്പോ ഭയങ്കര ഹിറ്റാ. കാഞ്ചൂരം പട്ടില് കോൺട്രാസ്റ്റ് ബോർഡർ, ബെൻടെക്സ് ബോർഡർ സാരീസ്. ഈ ബെൻടെക്സ് ബോർഡർ വരുന്ന സാരികളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒത്തിരി നല്ല നല്ല കോമ്പിനേഷൻസ്. ഡ്രീമില്ല, പൃഥ്വിരാജ് പരസ്യത്തിൽ പറയണമല്ലോ, ഇതിലും നല്ല കോമ്പിനേഷൻസ് ഒപ്പിങ്ങളിൽ മാത്രം എന്ന് പറയാം നമുക്ക്. എന്താ മാമ്പഴ മഞ്ഞ കളറില് ബ്രൗൺ ബോർഡേഴ്സുമായിട്ട് വന്നിരിക്കുന്ന ട്രഡീഷണൽ കാഞ്ചി. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൊടുക്കാം. അപ്പൊ ഈ കുട്ടികൾ പറയും യുവനുമാത്താ ഇത് വേണ്ട, വേറെ എടുക്കാം, ഇതിലും ബെറ്റർ ആവും. ഇവന്മാർ എന്നെ ഒരു മാസമായിട്ട് പോസ്റ്റ് ആക്കണേ. ഏത് സാരി വരുമ്പോഴും ഞാൻ പറയും ഇത് കൊടുക്കട്ടെ. കുട്ടികളെല്ലാരും അല്ലേ? ശരിയല്ലേടാ? കുട്ടികള് പറയണത് ഭയങ്കര വെറൈറ്റി. ഇനി ഒരുപാട് വരാനില്ലേ? ഇനി ഒരുപാട് വരാനുണ്ട്. സോ കൊച്ചിൻ ഔട്ട്ലെറ്റ് അടിപൊളി കളക്ഷൻസ്. എനിക്ക് തോന്നുന്നത് വി മേക്ക് ഹിസ്റ്ററി ഇൻ കൊച്ചിയിലെ നമ്മളുടെ ഷോറൂമിൽ അത്ര അധികം ആളുകൾ വരും. വൺസ് കയറിയ ആളുകൾ നമ്മളുടെ ഷോറൂമിൽ അഡിക്റ്റഡ് ആവും. ബിക്കോസ് അമ്മാതിരി നമ്മളെ എല്ലാ സ്ത്രീകളുടെ മനസ്സറിയുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വീവർ ചോദിച്ചു മാഡത്തിന്റെ സക്സസ് എന്താന്ന് ചോദിച്ചു. മാഡം എന്ത് ഫോക്കസ് ചെയ്തിട്ടാണ് സെയിൽ നടത്തുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ഒരു ഷോപ്പുകാരെയോ ആ ഷോപ്പിൽ എന്ത് വിൽക്കുന്നു, ഈ ഷോപ്പിൽ എന്ത് വിലയ്ക്ക് വിൽക്കുന്നു, ഇതൊന്നും ഞാൻ നോക്കാറില്ല. ഗോഡ് പ്രോമിസ് എന്റെ മനസ്സിൽ നിന്ന് പറയുന്ന കാര്യം കേട്ടോ. ഞാൻ ആകെപ്പാട് നോക്കുന്നത് എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമറുടെ റിവ്യൂ എന്താണ്, കസ്റ്റമറിന് എന്താ വേണ്ടത്, അത് എങ്ങനെ കൊടുക്കാൻ പറ്റും, എന്ത് റേഞ്ചിൽ കൊടുക്കാൻ പറ്റും, ആ ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും നാളത്തെ ഞാൻ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള എൻ്റെ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങളും അതോടൊപ്പം തന്നെ എൻ്റെ ടേസ്റ്റുകളും ഒക്കെ വെച്ചിട്ടാണ് നമ്മളുടെ ഈ പുതിയ ഔട്ട്ലെറ്റ് തുറക്കാൻ പോകുന്നത്. വൈറ്റ്ല കൊച്ചി പാലാരിവട്ടം ഹൈവേ ആണ്. February 23rd മോർണിംഗ് 10 o'clock ആണ്. എല്ലാ ലവ്ലി ലേഡീസ്, എല്ലാ കസ്റ്റമേഴ്സിനെയും ഞാൻ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഈഗർലി വെയിറ്റിംഗ് ആണ് ഈ കളക്ഷൻസ് ഒക്കെ നിങ്ങളെ കാണിക്കാനായിട്ട്. സോ സ്റ്റേ ട്യൂൺ.